സൂര്യ ഇന്ന് നമുക്ക് 4 മണിക്ക് ചായക്ക് നെയ്യപ്പം ഉണ്ടാക്കിയാലോ? ഞാൻ അരി കുതിർത്തിന് പക്ഷെ നിന്നോട് പറഞ്ഞിട്ടാന്നല്ലോ. അപ്പൊ അത് വെള്ളം കൂട്ടി അരച്ചിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നെയ്യപ്പം ഉണ്ടാക്കാം. അന്ന് നമ്മളാക്കിയിട്ടില്ലേനോ? പിന്നെ കുറച്ചായി ആക്കിട്ട് മുമ്പ് കുറച്ചായി ആക്കിയിട്ട് നാളെ ഒരിക്കൽ കുറച്ച് ആക്കി തരും. അതിനുശേഷം ആക്കില്ല. എന്തൊക്കെ ഒന്നും വേണ്ട വൈകുന്നേരത്തേക്ക്. ഇപ്പൊ തുടങ്ങിയാൽ നമുക്ക് ചാടിക്കാൻ ആവുള്ളൂ. ഞാൻ അരി കുതിർത്തിനല്ലോ, 1.5 ഗ്ലാസ് അരി കുതിർത്തിന് വിലെല്ലാം കൂട്ടി അരച്ചിട്ട് നമുക്കൊന്ന് നെയ്യപ്പം ഉണ്ടാക്കാൻ നോക്കാം. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ അരി കുതിർത്ത് വെച്ചല്ലേ? എത്ര ഗ്ലാസ്? 1.5 ഗ്ലാസ്സാ? 1.5 ഗ്ലാസ് അരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചത്, നന്നായി കഴുകി വെച്ചത്. നമുക്കൊരു ഇനി ഇത് അരച്ചെടുക്കുമല്ലോ? ഉണ്ട് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ 3 അടി ശർക്കര ചീകി വെച്ചത്. ഇത് അങ്ങനെ ആക്കിയതല്ലേ? ചെറുതാ ചീകി വെച്ചത്. മിക്സിയിൽ അരക്കാൻ എളുപ്പമില്ലേ? ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് ഇറക്കുകൊണ്ട് ആദ്യം അരി കുറച്ച് അരിഞ്ഞതിന് ശേഷം, പകുതി അരിഞ്ഞതിന് ശേഷം ശർക്കര ഇടുക. പിന്നെ കുറച്ച് ചോറും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് വെച്ച ചോറിൻ്റെ അകത്തുനിന്ന് എടുത്ത് വെച്ചതാണ്. രാവിലെ വെച്ച ചോറിൻ്റെ അകത്തുനിന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 3-4 സ്പൂൺ ഉണ്ടാവും. ഇത്രയും ചോറുണ്ട്. അപ്പോൾ അരിയുടെ കൂടെ അരിയും ചോറും കൂടി ഇട്ട് അരക്കുക. അത് പകുതി അരവാകുമ്പോൾ ശർക്കരയും കൂട്ടി അരക്കുക. കുറച്ച് തേങ്ങാക്കൊത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വരെ എള്ളും. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് കൂട്ടണതിൻ്റെ അകത്ത്. വെള്ളമായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അധികം ലൂസാകാൻ പാടില്ല. ഇഡലി മാവിൻ്റെ എല്ലാം കൂട്ടുപോലെ ലേശം മുറുക്കത്തിൽ. ദോശ മാവിനെ പോലെ രാവിലെ അരച്ചിടുന്ന ദോശയില്ലേ, അതുപോലെ ഒന്നും ആവാൻ പാടില്ല. വെള്ളമാകുമ്പം പൊട്ടു എണ്ണയാണ്. ഇഡലി മാവിൻ്റെ കൂട്ടുപോലെ ലേശം മുറുക്കത്തിൽ വേണം. ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കുറച്ച് വെള്ളം. ഇപ്പം നമുക്കൊന്ന് അരച്ചിട്ടെടുത്തിട്ടാകുമ്പോൾ വെള്ളം ഇട്ട് ഇറക്കാം. അപ്പോൾ വെള്ളം ഇടുന്നത് കൊണ്ട് ഇപ്പം അരിയിൽ കുറേ വെള്ളം ഒഴിച്ചുകൂടാ. വെള്ളം ഇടുമ്പോൾ ഒന്ന് അരി വെള്ളം കൂടുതലാവും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടു. ഇപ്പം അരിയും ചോറും കൂടിയിട്ട് അരക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതല്ലോ, ഒരു 1/4 ഗ്ലാസ്. കുറച്ച് അരഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ അരച്ചെടുക്കാം. നല്ല വൃത്തിയിൽ അരി ശർക്കരയും കൂട്ടി ചോറും കൂട്ടി വൃത്തിയിൽ അരച്ചെടുത്തു. നൈസായി അരിഞ്ഞു കിട്ടിയല്ലേ? നൈസായി അരിഞ്ഞു കിട്ടി. ഇതേ ഭാഗം വേണ്ടതാ. ഇനി ഇതിന് വെള്ളമൊന്നും വേണ്ട. വെള്ളം അങ്ങനെ ആക്കിയോണ്ട് വേഗം അരിഞ്ഞു അല്ലേ? അരിഞ്ഞു കിട്ടി. ചീകി എടുത്തോണ്ട് വേഗം. ഇനി തേങ്ങയും ഇനിയിപ്പോൾ എള്ളുണ്ട്. ഞാൻ കുറച്ച് കഴുകിയെടുത്തത് ഇട്ടെടുത്ത് നമുക്ക് കഴുകിയെടുത്ത വൃത്തിയിൽ. ഒരു നുള്ളു ഉപ്പിട്ടുണ്ട്. ഇത്ര ഇട്ടിട്ട് അധികം ഉപ്പ് വേണ്ട. തേങ്ങ നുറുക്കി വെച്ചത് വറക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഇട്ടെടുക്കാം. തേങ്ങാക്കൊത്താണ് നല്ല ചുവന്ന് വന്നിട്ട് നമുക്ക് കരിമാവിനൊക്കെ ഇട്ട് കൊടുക്കാം. നെയ്യിലാണ് നല്ല സ്മെല്ല്. നെയ്യായതുകൊണ്ടാ. നെയ്യിലായിരുന്നു ടേസ്റ്റ്. അപ്പം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ചൂടുമ്പം പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയിൽ ചുട്ട നെയ്യപ്പം. നെയ്യ് ഉണ്ടല്ലോ കുറച്ച്. തേങ്ങ നെയ്യിലാണല്ലോ വറുത്തന്. പക്ഷെ അപ്പം നെയ്യില്ലല്ലോ. അപ്പം വെളിച്ചെണ്ണയില്ലേ ഇപ്പം. അപ്പം നമുക്കിത് നല്ലോണം ഇളക്കിയിട്ട് 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ട് 5 മിനിറ്റ് സമയം നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. ഗ്യാസ് കത്തിക്കാം. ഇരുമ്പ് ചീനിച്ചട്ടിയില്ല. ഏത് ചട്ടിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇതെല്ലാം ചൂടുന്ന ഇരുമ്പ് ചീനിച്ചട്ടിയിൽ. അധികം എണ്ണയൊന്നും കുടിക്കൂല. ചട്ടിയെല്ലാം നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് മാവ് കോരി ഒഴിക്കാൻ പാടുള്ളൂ. നല്ല ചൂടാവണം.
വെളിച്ചെണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പെല്ലാം എണ്ണയിൽ പൊന്തി വരുന്നുണ്ട്. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണയിൽ. രണ്ട് ഭാഗം ഒരേപോലെ വെന്ത് കിട്ടും. അപ്പം നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഓരോന്നായിട്ട് ഇട്ടെടുക്കാൻ പറ്റുന്നു. അപ്പം നല്ലോണം പൊന്തി വരുന്നുണ്ട്. നമ്മളെ മാവ് കറക്റ്റ് പാകത്തിനാണ്. വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടൂല. വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ 4 ഭാഗം പൊട്ടി പൊട്ടി എണ്ണേന്ന് ഇതാവും. അപ്പോൾ കറക്റ്റ് പാകം. ഈ പാകത്തിനാണ് നെയ്യപ്പത്തിന് വേണ്ടത്. സൂര്യക്കുട്ടി നമ്മൾ അപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കുക വേണം. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ. കളർഫുൾ അപ്പം തന്നെ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പെല്ലാം വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഈ ചട്ടിയിലായതുകൊണ്ട് അധികം എണ്ണ കുടിച്ചിട്ടല്ല, ഒട്ടും എണ്ണ കുടിച്ചിട്ടതാ. സൂര്യ അപ്പം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്ക്. മധുരം ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയട്ടാ. നമ്മള് മധുരെല്ലാം കറക്റ്റാണ്. നമ്മളെ ആവശ്യമുള്ള മധുരെല്ലാം ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? ടേസ്റ്റ് ഇല്ലേ? എണ്ണ അധികം കുടിച്ചിട്ടൊന്നും മധുരം കറക്റ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ 4 മണിക്കുള്ള ഇതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കണം. അഭിപ്രായമെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.